Good morning. Morning. PDF open ആവുന്നുള്ളൂ കേട്ടോ. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക കേട്ടോ. കേൾക്കാമോ? PDF കാണുന്നില്ലല്ലോ. കാണാമോ? നമ്മൾ ചാപ്റ്റർ 10 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. വാല്യൂ അനാലിസിസ് വരെയല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഏതൊക്കെയാണ്? ഫങ്ഷണൽ വാല്യൂസ്, എക്സ്ചേഞ്ച് വാല്യൂ, എസ്റ്റീം വാല്യൂ, കോസ്റ്റ് വാല്യൂ, സ്കാർപ്പ് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. ഓക്കെ, ഓരോ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷണൽ വാല്യൂ, ഇവിടെ വാല്യൂ എന്ന് കൊടുത്തിട്ടില്ല, നിങ്ങളൊന്ന് എഴുതി ചേർക്കാം കേട്ടോ. ഫങ്ഷണൽ വാല്യൂ എന്ന് എഴുതിയിട്ടില്ല, വാല്യൂ എന്ന് എഴുതി ചേർക്കാം. എന്താണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്? ക്ലെയിം ഓൺ ദ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ്. എന്തായിരിക്കും? ഉണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടോ? കുഴപ്പമില്ല. ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ഫംഗ്ഷൻ, അതിന്റെ പ്രവർത്തനത്തിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന് വാല്യൂ ഉണ്ടായിരിക്കും, അതിന്റെ വാല്യൂല് വ്യത്യാസം വരുന്നത് അല്ലെ. അത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്തുണ്ടായിരിക്കും, അതിന്റെ വിലയില് വ്യത്യാസം, അതിന്റെ മൂല്യത്തില് വ്യത്യാസം വരും അല്ലെ. ഓക്കെ, അതാണ് എന്താ ഫങ്ഷണൽ വാല്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു വസ്തുവിന്റെ ഫങ്ഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ വാല്യൂസ് വ്യത്യാസം വരുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഐഫോൺ എക്സാമ്പിൾ ആണ്. അതായത് ഫങ്ഷൻസ് വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ പ്രൈസിലും വ്യത്യാസം വരുന്നുണ്ട്, അതിന്റെ വാല്യൂസിൽ എന്താണ് ഡിഫറൻസസ് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് വാല്യൂ ഗിവിംഗ് അറ്റ് ദ thing that is odd and buying a new one. Example, TV or refrigerator. എന്തായിരിക്കും എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്? അതറിയാൻ പറ്റുമല്ലോ. എക്സ്ചേഞ്ച് വാല്യൂ എന്തായിരിക്കും എന്ന്? എന്തായിരിക്കും എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്? പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങാറില്ലേ? അതിനൊരു വാല്യൂ കിട്ടാറില്ലേ? യെസ്, അതാണ് നമ്മൾ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. ടി വി പഴയത് കൊടുത്തിട്ട് നമ്മൾ പുതിയത് വാങ്ങിക്കാറുണ്ട്. അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, giving a thing that is old and buying a new one. Okay. Yes. അപ്പൊ ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ വാല്യൂയിൽ വ്യത്യാസം വരുന്നത്. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മള് പഴയത് കൊടുത്തിട്ട് പുതിയ സാധനമാക്കും, അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എസ്റ്റീം വാല്യൂ. പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്, എസ്റ്റീം വാല്യൂ. നമ്മളതിന് മലയാളത്തില് ബഹുമാന്യ മൂല്യം എന്നൊക്കെ പറയും. എന്തായിരിക്കും എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്? എസ്റ്റീം വാല്യൂ എന്തായിരിക്കും? ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം അന്തസ് ഉണ്ടായിരിക്കും, അതിന് എത്രത്തോളം അന്തസ് ഉണ്ടായിരിക്കും? നമ്മളിപ്പോ ഫാൻസി നമ്പറിലൊക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കാറില്ലേ, അല്ലെ? വണ്ടികളൊക്കെ ഫാൻസി നമ്പറില് വാങ്ങിക്കാറുണ്ടോ നിങ്ങള്? ഫാൻസി നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് ഫാൻസി നമ്പർ? എന്താണ്?
കേട്ടിട്ടുണ്ടോ ഫാൻസി നമ്പർ എന്താണെന്ന്? അതായത് ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് അതിന് എത്രത്തോളം അന്തസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എസ്റ്റി വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിന്റെ വാല്യൂസ്, ഒരു സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് അതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നോക്കുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള ഒരു വാല്യൂസ് ആണ് എന്ത് എസ്റ്റിയും വാല്യൂ എന്ന രീതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന്റെ അന്തസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് എന്ത് എസ്റ്റിയും വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു വാല്യൂ ആണ് എന്ത് എസ്റ്റിയും വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മള് മോഹവില എന്നൊക്കെ പറയില്ലേ, മോഹവില അല്ലെങ്കിൽ എന്താ പറയാ ഫാൻസി നമ്പേഴ്സ്, ഒരേ സീരിയൽ നമ്പർ ഉള്ള വണ്ടികളൊക്കെ വാങ്ങിക്കാറില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ അതിനോട് ഒരു ഇഷ്ടം അല്ലെ, ആ ഒരു പ്രസ്റ്റീജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ സെലക്ട് ചെയ്യുന്നത്. അതിനൊരു വാല്യൂ കൊടുക്കുന്നത് കൊണ്ടല്ല, ആ നമ്പേഴ്സ് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സാധനം അതേ രീതിയിൽ പർച്ചേസ് ചെയ്യാറുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് വണ്ടികളൊക്കെ വാങ്ങിക്കുന്നവരായിരിക്കും ഇത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ബൈക്ക് കാറൊക്കെ വാങ്ങിക്കുന്നവർ കുറച്ച് കൂടുതൽ എന്താണ് എസ്റ്റി വാല്യൂസ് നോക്കിയിട്ടാണ് എന്താ ഇത് ചൂസ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? എക്സാമ്പിൾ ആണ് നമ്മുടെ ഫാൻസി നമ്പറുള്ള കാറുകൾ വാങ്ങിക്കുന്നത്. പ്രസ്റ്റീജിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരു വാല്യൂസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ കോസ്റ്റ് വാല്യൂ ആസ് പെർ മോണിറ്ററി വാല്യൂ. എന്താണ് കോസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്? വാട്ട് ഈസ് കോസ്റ്റ്? കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണത്? ഈ മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വിലയാണ് അല്ലെ. കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞ ഒരു വസ്തുവിന്റെ എത്ര രൂപ അതിന് നമുക്ക് ചെലവുണ്ട് അല്ലെ, എത്ര രൂപ കൊടുത്ത് വാങ്ങിയ സാധനമാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ കൃത്യമായിട്ടുള്ള വില കൊടുത്ത് ആ ഒരു സാധനം വാങ്ങിക്കുന്നതാണ് എന്ത് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, ഇതിന്റെ ധനപരമായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സ്കാർപ്പ് വാല്യൂ. എന്തായിരിക്കും സ്കാർപ്പ് വാല്യൂ? ആഫ്റ്റർ ദ ലൈഫ് ടൈം ഓഫ് ദ മെറ്റീരിയൽ. സ്കാർപ്പ് വാല്യൂ എന്താണ്? സ്കാർപ്പ് നമ്മളൊരു സാധനം ഉപയോഗിച്ചതിന് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റാണ്ടാവുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഒരു സാധനം ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റാത്താവുന്ന സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടറിക്ക് കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ സ്കാർപ്പിന് കൊടുക്കും. സ്കാർപ്പിന് കൊടുക്കുമ്പോ വെറുതെ ആണോ നമ്മൾ കൊടുക്കുന്നത്? സ്കാർപ്പ് ഐറ്റംസിന് എന്തുണ്ട്? സ്കാർപ്പ് വാല്യൂ ഉണ്ട് അല്ലെ. യെസ്, മെറ്റീരിയൽസ് യൂസ് കഴിഞ്ഞ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇപ്പൊ നമ്മള് ഉപയോഗിച്ച സാധനങ്ങൾ കൊടുത്താൽ പോലും, ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുത്താൽ പോലും അതിന് എന്തുണ്ട്? വാല്യൂസ്. ഇതൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ കൊടുക്കാറില്ലേ? ഉപയോഗിച്ചതിന് ശേഷം ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ പേപ്പറുകൾ റെക്കോർഡ്സ് ഒക്കെ ഇരിക്കുമ്പോൾ വീട്ടില് നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ സ്കാർപ്പ് വാല്യൂ വരുന്ന സമയത്ത് എടുത്തു കൊടുക്കാറുണ്ട് അല്ലെ. അതിനും എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. അതിന് വാല്യൂ ഇല്ലാത്തതല്ല, അതിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന് എന്താണ് അതിന് ഒരു ചെറിയ രീതിയിലുള്ള വാല്യൂസ്, വലിയ ബിഗ് പ്രൈസ് ഒന്നും ആയിരിക്കില്ല, എന്നിരുന്നാൽ പോലും തന്നെ ചെറിയ രീതിയിലുള്ള മൂല്യം അതിന് കിട്ടാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ടൈം വാല്യൂ. ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. ടൈം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എത്ര നാളത് നീണ്ടു നിൽക്കുന്നു അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ എത്ര നാള് നീണ്ടു നിൽക്കുന്നു, ലാസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, എത്രത്തോളം അത് ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നു അല്ലെ. യെസ്, ഓക്കെ. ഇപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് മെഡിസിൻസിന്റെ കാര്യം പറഞ്ഞാല്, ഇപ്പൊ മെഡിസിൻസിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മെഡിസിൻസിന്റെ മരുന്നുകളുടെ കാലാവധി? എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെ. എക്സ്പയറി ഡേറ്റ് വരാൻ മരുന്നിന് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ടാവില്ലേ? ഉണ്ടായിരിക്കും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നാണെങ്കിലോ അതിന് വില കിട്ടോ? കിട്ടില്ല, വാല്യൂ ഉണ്ടാവില്ല അല്ലെ. എത്രത്തോളം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വില ഉണ്ടായിരിക്കില്ല. അത്രത്തോളം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മെഡിക്കേഷൻസ് ഉപയോഗിക്കത്തില്ല, അതിന് യാതൊരു തരത്തിലുള്ള വിലയും ലഭിക്കില്ല. ഓക്കെ, പഠിച്ചത് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ്. ഏതൊക്കെയാണ്? ഫങ്ഷണൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂസിൽ അല്ലെ, അതിൽ വ്യത്യാസം വന്നിരിക്കും. അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് അതിന്റെ വാല്യൂസിൽ ചേഞ്ചസ് വരും. പിന്നെ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്?
think that all and buy a new one. അല്ലെങ്കിൽ എന്താണ് പഴയത് കൊടുത്തിട്ട് നമ്മൾ പുതിയത് വാങ്ങുന്നതിന് കിട്ടുന്ന ഒരു മൂല്യമാണ് എന്താ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പ്രസ്റ്റീജിനെ ബേസ് ചെയ്തിട്ട് ഒരു വസ്തു നമ്മുടെ കയ്യിലെത്തുമ്പോൾ അതിന്റെ അന്തസ് എത്രത്തോളമാണ് എന്നുള്ളതാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ് വാല്യൂ എന്താണ്? കോസ്റ്റ് വാല്യൂ അതിന്റെ റേറ്റ് അല്ലെ, അതിന്റെ വസ്തുവിന് എത്ര രൂപ ചിലവുണ്ട്, ഒരു വസ്തുവിന് കൃത്യമായിട്ട് ആ വില കൊടുക്കും, അല്ലെങ്കിൽ അത് അതിന്റെ കോസ്റ്റിനെയാണ്, അതിന്റെ റേറ്റിനെയാണ്, കൃത്യമായിട്ടുള്ള റേറ്റിനെയാണ് നമ്മുടെ കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത്. സ്കാർപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സ്കാർപ്പിന് കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു മൂല്യം അല്ലെ. സ്കാർപ്പ് മെറ്റീരിയൽസ് എന്തുണ്ട്? ചെറിയ രീതിയിലൊരു വാല്യൂസ് ഉണ്ടായിരിക്കും. ടൈം വാല്യൂ എന്ന് സൂചിപ്പിക്കുന്നത് എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ടൈം വാല്യൂസ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ടൈപ്സ് ഓഫ് വാല്യൂസ്. പിന്നെ ഒരു കാര്യം പിള്ളേരെ, എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനോട് പറയണം കേട്ടോ. ഒന്നിലേക്ക് ക്ലാസ് തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം തരാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കമന്റ് ചെയ്യാം, ടീച്ചറെ ഒരു കാര്യം പറയാനെടുത്തൊന്ന് പറയാം. ഓക്കെ, അങ്ങനത്തെ മാക്സിമം ആ ഒരു പരിഗണന ചെയ്തേ പറ്റില്ല. നാളെ പരിചയം എന്ന് പറയണം കേട്ടോ. കാരണം പല കുട്ടികളും പല രീതിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. PDF ആണല്ലോ പറഞ്ഞിട്ട് ഓഫീസിൽ വിളിച്ച് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഓൾറെഡി ആ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ പറയുകയാണെങ്കിൽ ടീച്ചർക്ക് മനസ്സിലാകും, ടീച്ചറിനോട് മിണ്ടൂല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ആവും ചോദിച്ചു കഴിഞ്ഞാല് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോഴും ചില കുട്ടികൾ ഓക്കെ എന്ന് പറയില്ല. നിങ്ങളെല്ലാട്ടാ പറഞ്ഞത്, വേറെ ക്ലാസ്സുകാരെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നത് അത് ആ ക്ലാസ് എടുക്കുന്ന ടീച്ചറിനോട് അത് ആദ്യം പറയാം കേട്ടോ. അത് അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ ഓഫീസിലും, സ്മാർട്ട് സിറ്റിയുടെ കംപ്ലീറ്റ് ഓഫീസിൽ വിളിച്ചു പറയും. ടെലികോളേഴ്സിന്റെ PROന്റെ ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞു പറഞ്ഞ് അത് ആരെയാണ് ശരിക്കും ബുദ്ധിമുട്ടിലാക്കുന്നത്. നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോ, ആ ടീച്ചറിനെ ആണെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആളെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ആള് ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. കംപ്ലൈന്റ് കേട്ട് വരുമ്പോ ചെറിയ നിസ്സാരം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഇന്നലെ തന്നെ ഞാൻ ഗൈഡിന്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങളോട്. ചിലപ്പോ എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരാം. ഇത്രയും കോപ്പീസ് നമ്മൾ എടുക്കുന്നില്ല, എന്തെങ്കിലും ചെറിയ രീതിയിൽ മിസ്റ്റേക്ക് വന്നേക്കാം. അപ്പൊ അത് ചിലതൊക്കെ നമുക്ക് ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് വലിയ വിഷയങ്ങളാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് പഠിച്ചു. നെക്സ്റ്റ് എന്താണ്? പർപ്പസ് ഓഫ് എയിംസ് ഇൻ ഡൂയിങ് വാല്യൂസ് അനാലിസിസ്. വാല്യൂ അനാലിസിസ് പർപ്പസ് അല്ലെങ്കിൽ എന്താണ് വാല്യൂ അനാലിസിസ് പർപ്പസ്, അല്ലെങ്കിൽ എയിം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തിനു വേണ്ടിയാണ് വാല്യൂ അനാലിസിസ് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കും വാല്യൂ അനലൈസ് ചെയ്യുന്നതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്? അതിന് വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താണ് ചെയ്യുന്നത്? ആദ്യം തന്നെ റിമൂവൽ ഓഫ് ആൻ ഐറ്റം അല്ലെ. യെസ്, റിമൂവ് ചെയ്യല്ലേ, അതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കില്ല അല്ലെ, അതിനെ നമ്മൾ മാറ്റും. യെസ്, റിമൂവൽ ഓഫ് ആൻ ഐറ്റം ആണ്. അതായത് അതിന് മൂല്യമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതിനെ റിമൂവ് ചെയ്യും. പിന്നെന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ഇവിടെ ഒരു മിനിറ്റ്, ഈ റിമൂവൽ ഓഫ് ഐറ്റം വരുമ്പോഴാണ് നമ്മൾ പഴയ സാധനങ്ങൾ കൊടുത്തിട്ടത്. ഇപ്പൊ നമ്മൾ TV ഒരുപാട് നാൾ ഉപയോഗിച്ചു, അത് ഇനി ഉപയോഗിച്ചിട്ട് കാര്യമില്ലാത്തൊരു സമയമാകുമ്പോ എന്താണ് അതിന്റെ മൂല്യം കംപ്ലീറ്റ് പോയി അല്ലെ. അതായത് ഇനി ഉപയോഗിച്ചിട്ട് അത് ഓൺ ആവുന്നില്ല, ഒന്നും കാണാനൊന്നും പറ്റാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ പഴയ TV കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുതിയത് വാങ്ങിക്കും. ഓക്കെ, അപ്പൊ അവിടെ മൂല്യമുള്ളത് എന്തിനാണ്? പഴയതിനാണ് പുതിയതിനാണോ? മൂല്യമുള്ളത് പുതിയതിനാണ് അല്ലെ. യെസ്, അതായത് വസ്തുക്കളുടെ മൂല്യം നോക്കിയിട്ട്, അതായത് വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ആവശ്യമുള്ളത് നമ്മൾ സ്വീകരിക്കും, ആവശ്യമില്ലാത്തത് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് മാത്രമായിരിക്കണം, കമ്പോണൻസ് ഉള്ളതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ.
അങ്ങനെയല്ലേ വേണ്ടത്. കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിച്ചാൽ മതി അല്ലെ. അതായത് ഒരു മെയിൻ്റനൻസ് വരാതെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ്, മെയിൻ്റനൻസ് വരില്ല, എപ്പോഴും റിപ്പയറിംഗ് വരില്ല, അതോടൊപ്പം തന്നെ എന്താണ്, ഒരു യാതൊരു വിധത്തിലെ കംപ്ലൈൻസും അതിന് ഉണ്ടാവില്ല. ഓക്കെ, എന്താണ്, കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉള്ള മെഷീൻസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പോ വാല്യൂ അനാലിസിസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ വാങ്ങിക്കുന്ന സാധനത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ടോ, സ്റ്റാൻഡേർഡ് ആൻഡ് കമ്പോണൻസ് ഉള്ള ഉപകരണമാണോ വാങ്ങിക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. അത് തന്നെയാണ് വാല്യൂ അനാലിസിസ് മെയിൻ എയിം എന്ന് പറയുന്നത്. ഉൽപ്പന്നത്തിന്റെ സ്റ്റാൻഡേർഡ് നിർണ്ണയിച്ചുകൊണ്ട് നമുക്ക് അത് എന്താണ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ വാങ്ങിക്കുക, ഏറ്റവും നല്ല കോസ്റ്റിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വാങ്ങിക്കാതെ ഒരെണ്ണത്തിൽ തന്നെ എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഉപകരണം വാങ്ങിക്കാനായിട്ട് സാധിക്കും. Okay, then inspection of all features of an item. നിങ്ങൾ പുതിയൊരു മിക്സി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാറുണ്ട്? പുതിയൊരു മിക്സിയോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ നോക്കാറുണ്ട് നിങ്ങള്? ഒന്നും നോക്കാറില്ല. ഇഷ്ടപ്പെട്ട കളറിലൊക്കെ സെലക്ട് ചെയ്യും ആണോ? അല്ല അല്ലെ, കോസ്റ്റ് നോക്കും, കസ്റ്റമർ കോസ്റ്റ് നോക്കും, ക്വാളിറ്റി നോക്കും, വാറന്റി നോക്കും, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കില്ലേ? നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ ഉണ്ട് അല്ലെ, വാഷിംഗ് മെഷീൻ. ജസ്റ്റ് തുണി മാത്രം കൊണ്ട് ഇട്ടാൽ മതി അല്ലെ. ബാക്കി കംപ്ലീറ്റ് എല്ലാം കഴിയുമ്പോൾ ഒരു 45 മിനിറ്റ്സോ ആ ടൈം പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്താണ്, അലക്കി ഉണക്കി എല്ലാം കഴിഞ്ഞത് റെഡി ആയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ തിരിച്ചിട്ടാൽ മാത്രം മതി. ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സിൽ വ്യത്യാസം കണ്ടോ? അത് നമ്മൾ ജസ്റ്റ് തുണി ഇടുന്നു, അത് എന്റെ പീരീഡിൽ അത് സോക്ക് ചെയ്യുന്നു, കൃത്യമായിട്ട് അത് വാഷ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, ഞാൻ അത് കഴിഞ്ഞ ശേഷം പ്രൊസീജിയർ കഴിയുമ്പോൾ തനിയെ ഓഫ് ആവും അല്ലെ. അതിന്റെ ഫീച്ചേഴ്സിൽ വ്യത്യാസമില്ല. നമ്മുടെ നോർമൽ മെഷീൻസ് ആണെങ്കിൽ എന്താണ്, നമ്മൾ അതിൽ വെള്ളം നിറയ്ക്കണം അല്ലെ, വെള്ളം നിറയ്ക്കണം, പിന്നെന്താണ്, വെള്ളം കറക്റ്റ് ആണോ നോക്കണം, അത് കഴിഞ്ഞിട്ട് അത് നോർമൽ ഉപയോഗിച്ചിട്ട് അറിയാൻ പറ്റും അല്ലെ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അത് നമ്മുടെ അലക്കല്ലിൽ പോയി അലക്കുന്നതാണ് ഏറ്റവും എളുപ്പം അല്ലെ. നിങ്ങൾ കല്ല് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? അലക്ക് കല്ല് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ചില സമയത്ത് അത് തന്നെയല്ലേ സുഖം നമുക്ക്. എന്തൊരു പാടാണ് കൂടി. ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് നോക്കും അല്ലെ. ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രത്യേകിച്ച് അതിന്റെ സവിശേഷത, ഏറ്റവും ക്വാളിറ്റി, അതിൽ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്താണെന്ന് സെലക്ട് ചെയ്യാറുണ്ട് ചില ആൾക്കാർ. കയ്യിലിരിക്കുന്ന കോസ്റ്റ് എത്രത്തോളം അതിനനുസരിച്ച് മാത്രം നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് അതിന്റെ വാല്യൂ നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ, വാല്യൂ അനാലിസിസിന്റെ മെയിൻ പർപ്പസിൽ ഒന്നാണ് എന്ത്, നമ്മളത് വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ഓരോ ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നോക്കും. ക്വാളിറ്റി, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രൈസ് എന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ, next one, inspection of cheaper quality materials for the advantages and use in an organization. Inspection of cheaper quality materials for the advantages and use in an organization. ഇതാണ് ഫോർത്ത് വണ്ണിലെ പർപ്പസ്. എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി. എന്താണ് ചീപ്പർ ക്വാളിറ്റി എന്ന് പറയുന്നത്? ചീപ്പർ ക്വാളിറ്റി മീൻസ് വില കുറഞ്ഞ അല്ലെ, വില കുറഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോയിന്റില്? ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ്, ക്വാളിറ്റി കുറഞ്ഞത്. ഓക്കെ, എന്താണ് ഈ പോയിന്റിൽ പറയുന്നത്? എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് നോക്കിയിരിക്കണം? വില കുറഞ്ഞ മെറ്റീരിയൽസ് ആണെങ്കിൽ പോലും എന്താണ്, അതിന്റെ ഗുണനിലവാരം നമ്മൾ നോക്കിയിരിക്കണം അല്ലെ. അതായത് ഒരേ മെറ്റീരിയൽസ് പല കടകളിൽ ഉണ്ടായിരിക്കും അല്ലെ. ഒരേ മെറ്റീരിയൽസ് തന്നെ നമുക്കറിയാലോ പല കടയിൽ ഉണ്ടായിരിക്കും. പക്ഷെ പല കടയിലും പല റേറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എല്ലാ കടയിലും നോക്കിയിട്ട് പല പല റേറ്റ് ആണ്, നിങ്ങൾക്കൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഏതൊരു കടയിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പ്രൈസിൽ അത് കിട്ടി. കുറച്ച് വില കുറയുമ്പോഴല്ലേ നമ്മൾ വാങ്ങിക്കാറ്, കൂടുമ്പോഴാണോ വാങ്ങിക്കാറ്? നമ്മളങ്ങനെ ചെയ്തവരായിരിക്കും അറിയാൻ പറ്റും അല്ലെ. ഒരേ സെയിം മെറ്റീരിയൽ തന്നെ പല കടയിൽ പല വില കുറയുമ്പോൾ ഇച്ചിരി വില കുറഞ്ഞാൽ മാത്രം നമ്മൾ എന്താണ് ഇത് വാങ്ങിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് നമ്മൾ അത്യാവശ്യം കിട്ടുന്നത് വരെ നമ്മളത് എന്താണ് അന്വേഷിച്ച് നടക്കും. കടകളിൽ കംപ്ലീറ്റ് അന്വേഷിച്ച് നടന്നതിന് ശേഷം എന്താണ് ഏറ്റവും വില കുറഞ്ഞ കടയിൽ നിന്ന് മാത്രം വാങ്ങിക്കും അല്ലെ. എപ്പോഴും നമ്മൾ സാധാരണക്കാരുടെ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറാണ്. യെസ്. എന്നിരുന്നാൽ പോലും ആ ചീപ്പർ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ പോലും നമ്മളത് മെൻസുകളിൽ ചെക്ക് ചെയ്തിട്ടായിരിക്കണം വാങ്ങിക്കേണ്ടത്. കാരണം ഇത്രയും കടകളിൽ അതിന് വില കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. യെസ്. അപ്പൊ ആ ക്വാളിറ്റി ഒന്ന് അനലൈസ് ചെയ്തിട്ടായിരിക്കണം അതൊന്ന് വാങ്ങിക്കേണ്ടത്, ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം. ഓക്കെ. അതായത് അവിടെ നമ്മൾ അതിന്റെ മൂല്യമാണ് അവിടെ നോക്കുന്നത്. ഇത്ര കടകളിൽ പല വില പറഞ്ഞാൽ എന്താണ് പല പല മൂല്യങ്ങളാണ് ഓരോ കടയിലും കണ്ടത് അല്ലെ. പക്ഷെ നമുക്ക് അഫോർഡബിൾ ആവുന്ന പ്രൈസിൽ മാത്രം നമ്മൾ വാങ്ങിക്കും. ഓക്കെ. യെസ്. Then inspection of alternative source and price in relation to the money to be spent and realization of its worth in due course. Inspection of alternative source and price in relation to the money to be spent and realization of its worth in due course. Inspection of alternative sources. എന്താണ് alternative sources എന്ന് പറയുന്നത്? ഇതാണ് പറയുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതായിട്ടുള്ള പണത്തിന്റെ സ്രോതസ് അല്ലെ. നമ്മൾ എവിടെ നിന്നാണ് ആ സോഴ്സ് എടുക്കുന്നത്, ഏത് സാധനമാണോ നമ്മൾ വാങ്ങുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം നമ്മളത് വാങ്ങിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു സാധനം തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സോഴ്സ് ഉണ്ട് അല്ലെ. അതായത് ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ടുള്ള ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു സ്രോതസ് ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും എന്താണ് അത് ഏത് സോഴ്സിൽ നിന്നാണ് നമ്മളത് വാങ്ങിക്കുന്നത്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരിക്കും. ആ സോഴ്സിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താണ് ഏത് സാധനമാണോ നമ്മൾ വാങ്ങാൻ ഉപയോഗിക്കുന്നതിന്റെ യഥാർത്ഥ മൂല്യം നോക്കിയിട്ടായിരിക്കണം നമ്മള്, അതായത് കടകളിൽ അതിന്റെ പല പ്രൈസ് ഉണ്ടായിരിക്കും, അതിന്റെ യഥാർത്ഥ എക്സാക്ട് പ്രൈസ് എത്രയാണെന്ന് നമ്മളൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ടായിരിക്കണം അത് വാങ്ങിക്കേണ്ടത്. എക്സാക്ട് പ്രൈസ് ഉദ്ദേശിക്കുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യമാണ്, യഥാർത്ഥ വാല്യൂ ആണ് പറയുന്നത് കേട്ടോ. ആ എക്സാക്ട് പ്രൈസ് നോക്കിയിട്ടായിരിക്കണം നമ്മൾ അതൊന്ന് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് വാങ്ങിക്കേണ്ടത് കേട്ടോ. ഓക്കെ. യെസ്. അപ്പോ എന്താണ് ഇപ്പൊ പറഞ്ഞത്? വാല്യൂ അനാലിസിസിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്നാണ് അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ പർപ്പസിൽ നമ്മൾ പറഞ്ഞത്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം. എന്താണ് വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി മൂല്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു അല്ലെ. റിമൂവ് ചെയ്യാനായിട്ട് വാല്യൂ അനാലിസിസ് സഹായിക്കുന്നു. അതാണ് നമ്മൾ പഴയത് കൊടുത്തിട്ട് പുതിയ ടിവി വാങ്ങിക്കുന്നതൊക്കെ. ഓക്കെ. പിന്നെന്താണ് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ഇതാണ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ എന്താണ് കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉള്ള മെഷീൻസുകൾ വാങ്ങിക്കുക. ഓക്കെ. അതായത് കോസ്റ്റ് റിഡക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പോണൻസ് ഉള്ള മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ എന്ത് സാധനം വാങ്ങിക്കുന്ന സമയത്തും അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഐറ്റവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും എന്ത് ചെയ്തിരിക്കണം? അനലൈസ് ചെയ്തിരിക്കണം. ഓക്കെ. ഫോർത്ത് വൺ എന്താണ്? cheaper quality materials for advantages and use in an organization. എന്താണ് cheaper quality materials എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത് അല്ലെ. വാങ്ങിക്കുന്ന സമയത്ത് അതിന് നല്ല രീതിയിൽ ആ ഓർഗനൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റിയിരിക്കണം. മാത്രമല്ല ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ് പല കടകളിലും അതേ സാധനത്തിന് പല റേറ്റ് ആയിരിക്കും അല്ലെ. പക്ഷെ നമ്മൾക്ക് അഫോർഡബിൾ ആവുന്ന ഒരു പ്രൈസിലല്ലേ നമ്മൾ വാങ്ങിക്കുള്ളത് അല്ലെ. അഫോർഡബിൾ ആവുന്ന പ്രൈസ് എന്ന് വെച്ചാൽ വില കുറയുന്ന സമയത്ത് മാത്രമേ നമ്മളത് ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെ ലാസ്റ്റ് വണ്ണിൽ പറയുന്നത് എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ്. ഓക്കെ. എന്താണ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്?
എപ്പോഴാണ് നമ്മൾ ഏത് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആണെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കില്ല. ഒരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടി അതിൽ ഉപയോഗിക്കുന്ന സോഴ്സ് ഏതാണ്, ഏത് സ്രോതസ്സിൽ നിന്നാണ് നമ്മൾ അത് വാങ്ങിക്കുന്നത് എന്ന് ആദ്യം പരിശോധിക്കും. അതിനുശേഷം എന്താണ്, ഏത് സാധനമാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള മൂല്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം അത് വാങ്ങിക്കേണ്ടത്. എക്സാക്ട് പ്രൈസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം അത് വാങ്ങിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് പിക്ക് ചെയ്യാമോ? ഫസ്റ്റ് പോയിന്റ്, then third point, inspection of all features of an item, and fourth one കേട്ടോ. മൂന്ന് പോയിന്റ്സ് ഒന്ന് പഠിച്ചിരിക്കണേ. റിമൂവൽ ഓഫ് ആൻ ഐറ്റം, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം, ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ്. ആ മൂന്ന് പോയിന്റ്സും പിക്ക് ചെയ്യാതെ പഠിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയറാണോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പിന്നെ സ്ട്രക്ചർ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ? ഇതിപ്പോ അതേപോലെ തന്നെയാണോ എന്ന് നോക്കി. രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ ചേർക്കേണ്ടതുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആരുടെ ഹെഡിലായിരിക്കും വരുന്നത്? ആരാണ് ഇതിന്റെ മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത്? മെറ്റീരിയൽസ് മാനേജർ ആണ് അല്ലെ. മെറ്റീരിയൽസ് മാനേജർ ആണ് ഇതിന്റെ ഹെഡ് ഓഫ് ദി പൊസിഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് മറ്റ് സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ മറ്റ് കീഴുദ്യോഗസ്ഥർ വരുന്നത്. ഓക്കെ, ഹെഡ് ആരാണ്? മെറ്റീരിയൽസ് മാനേജർ ആണ്. അതിന് താഴെ വരുന്ന ആരാണ്? പർച്ചേസ് മാനേജർ. അവിടെ ഒന്ന് എഴുതണേ. പർച്ചേസ് എന്ന് മാത്രമേ ഉള്ളൂ, പർച്ചേസ് മാനേജർ എന്നൊന്ന് എഴുതാം കേട്ടോ. പർച്ചേസ് മാനേജർ, പർച്ചേസ് മാനേജർ. പർച്ചേസ് മാനേജറിന്റെ കീഴിലാണ് ആര് വരുന്നത്? അസിസ്റ്റന്റ് പർച്ചേസിംഗ് മാനേജർ അല്ലെ. അസിസ്റ്റന്റ് പർച്ചേസ് മാനേജർ വരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് ആര് വരുന്നത്? പർച്ചേസ് അസിസ്റ്റന്റ് വരുന്നത് കേട്ടോ. മെറ്റീരിയൽസ് മാനേജറുടെ കീഴിലാണ് പർച്ചേസ് മാനേജർ വരുന്നത്. പർച്ചേസ് മാനേജറുടെ കീഴിൽ അസിസ്റ്റന്റ് മാനേജർ വരുന്നു. അസിസ്റ്റന്റ് മാനേജറുടെ കീഴിൽ എന്താണ്? പർച്ചേസ് അസിസ്റ്റന്റ് കേട്ടോ. ഓക്കെ, അതാണ് ആദ്യത്തെ സ്ട്രക്ചറില്. ഇവിടെ എന്താണ്? നെക്സ്റ്റ് സ്റ്റോഴ്സ് മാനേജർ. അതായത് രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ മെറ്റീരിയൽ മാനേജേഴ്സിന്റെ കീഴിൽ വരുന്ന ഉപവിഭാഗങ്ങൾ വരുന്നത്. ഒന്ന് പർച്ചേസ് മാനേജർ, സെക്കൻഡ് കാറ്റഗറിയിൽ എന്താ വരുന്നത്? സ്റ്റോഴ്സ് മാനേജർ. സ്റ്റോഴ്സ് മാനേജർ കീഴിൽ അസിസ്റ്റന്റ് മാനേജർ വരുന്നുണ്ട്, സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്. ഓക്കെ, സ്റ്റോഴ്സ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ ആണ് സ്റ്റോർ കീപ്പർ. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് മെറ്റീരിയൽസ് മാനേജറിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. മെറ്റീരിയൽസ് മാനേജറുടെ കീഴിൽ വരുന്നത് ആരൊക്കെയാണെന്നുള്ളത് പഠിക്കണം കേട്ടോ. ആരൊക്കെ വരുന്നുണ്ട്? രണ്ട് വിഭാഗങ്ങൾ വരുന്നത്. ഒന്ന് പർച്ചേസ് മാനേജറും സ്റ്റോഴ്സ് മാനേജറും ഉണ്ട്. അവരുടെ കീഴിലായിട്ട് പല പല ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. അത് പഠിക്കും. ഓക്കെ, സ്ട്രക്ചർ മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് പർച്ചേസിംഗ് എന്നാണ് പഠിക്കുന്നത് കേട്ടോ. പർച്ചേസിംഗ് എന്താണ്? പർച്ചേസിംഗ് സാധനങ്ങൾ വാങ്ങുന്ന പ്രക്രിയയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് അല്ലേ. യെസ്, പർച്ചേസിംഗ് is the arranged acquisition of goods and services for the buying entity. Purchasing activities are required to make sure that required items are acquired in a timely manner at a reasonable cost. Purchasing done as per the needs or activities undertaken by the hospital. നമ്മൾ ഇവിടെ നോക്കുന്നത് ഹോസ്പിറ്റൽ പർച്ചേസിംഗ് ആണ്. ഹോസ്പിറ്റൽസിലെ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പർച്ചേസിംഗിന്റെ ആ ഒരു നിർവചനമാണ് ഇവിടെ സൂചിക്കുന്നത്. അപ്പൊ എന്താണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്? arranged acquisition of goods and services for buying entity.
Entity means സ്ഥാപനം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എന്താണ് പർച്ചേസിംഗ് എന്ന് സൂചിപ്പിക്കുന്നത്? അറേഞ്ച്ഡ് അക്വിസിഷൻസില് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതിനെ ആണോ? എന്താണ്? അതായത് ഒരു ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എല്ലാം തന്നെ ഒരു അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസുകൾ അല്ലെങ്കിൽ ഒരു ക്രമമായ രീതിയിൽ ഒരു സീരീസ് ആയിട്ടുള്ള ഒരു രീതിയിൽ ലഭ്യമാകുന്നതിനെയാണ് എന്ത്? പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ ആവശ്യാനുസരണം നല്ല സർവീസസിലൂടെ ലഭ്യമാക്കുന്നതിനാണ് നമ്മൾ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉറപ്പുവരുത്തേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് ആർ റിക്വയർഡ് ടു മേക്ക് sure that required items are acquired in a timely manner and at a reasonable cost. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഉറപ്പുവരുത്തേണ്ട കാര്യം എന്താണ്? ഐറ്റംസ് ആർ അക്യൂർഡ് ഇൻ എ ടൈംലി മാനർ ആണ് അറ്റ് എ റീസണബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ പ്രൈസിൽ അല്ലെ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിലും കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് നമുക്കത് ലഭ്യമായിരിക്കണം. ഓക്കെ, അതിനെയാണ് നമുക്ക് നല്ല പർച്ചേസിംഗ് എന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലെ. അല്ലാതെ ഒരുപാട് ഡിലേസ് വരുന്ന പർച്ചേസിംഗില് പല തരത്തിലുള്ള മിസ്റ്റേക്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ അത് കിട്ടണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച നമ്പർ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ സാധനം എവിടെ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് അത് കൃത്യ ടൈമിലും റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, യെസ്. ഇനി purchasing done as per the needs or activities undertaken by the hospital. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹോസ്പിറ്റൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ എന്തിനു ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ? ഹോസ്പിറ്റൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്തിനു ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ? ഹോസ്പിറ്റൽ എത്രത്തോളം ആവശ്യങ്ങളുണ്ട് അല്ലെ, എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്ന്, അതായത് ഹോസ്പിറ്റൽ ആവശ്യകത അനുസരിച്ചിട്ട് മാത്രമുള്ള മെറ്റീരിയൽസ് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ അല്ലെ. യെസ്, ഓക്കെ. ഇപ്പൊ പർച്ചേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? വാങ്ങുന്ന വ്യക്തിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എല്ലാം തന്നെ ഒരു ക്രമീകരിച്ച മാനറിൽ ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാകുന്നതിനെയാണ് നമ്മൾ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ടൈംലി മാനർ നമുക്ക് ആവശ്യാനുസരണം അത് കൃത്യസമയത്തും റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ ലഭിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ മെറ്റീരിയൽസുകൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പർച്ചേസിംഗ് എന്താണെന്ന്? ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്. ഓക്കെ അല്ലേ പിള്ളേരെ? പർച്ചേസിംഗ് മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്നത് തന്നെ ആരുടെ കീഴിലായിരിക്കുള്ളൂ? പർച്ചേസിംഗ് നടത്തുന്നത് ആരുടെ കീഴിലായിരിക്കും?
പർച്ചേസിങ് സെക്ഷനിലായിരിക്കും അല്ലെ, പർച്ചേസിങ് മാനേജർ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? To get the right quality, right quantity, right price from a right എന്നാണ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ, എന്നാണ് നടക്കുന്നത്. Right vendor or source at the right time at the right place. Other objectives include keeping the constant flow of materials and guarantee high productivity. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മള് ഈ ഒബ്ജക്റ്റീവ്സിന് 6 R's ഓഫ് പർച്ചേസിംഗ് എന്നാണ് പറയുന്നത്. 6 R എന്ന് പറയുന്നത് എന്താണ്? R എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റിന്റെ, അവകാശത്തിന്റെ R ആണ്, ഫസ്റ്റ് ലെറ്റർ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ 6 R's എന്ന് പറയുന്നതിന്റെ നമ്പേഴ്സ് ശ്രദ്ധിക്കുക കേട്ടോ. റൈറ്റ് ക്വാളിറ്റി, ഫസ്റ്റ് R ആണ് എന്ത്? റൈറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനിലവാരം, ഏറ്റവും ക്വാളിറ്റി ഉള്ള, റൈറ്റ് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം ലഭിക്കണം. റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, നമ്മൾ കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിലുള്ള ഉൽപ്പന്നം ലഭിക്കണം. റൈറ്റ് പ്രൈസ്, പ്രൈസ് എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ കറക്റ്റ് ആയിട്ടുള്ള വിലയില്. പിന്നെ റൈറ്റ് വെണ്ടർ എന്ന് പറഞ്ഞാൽ വെണ്ടർ ആരാണ്? നമ്മൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ വസ്തു കച്ചവടക്കാരെന്ന് നമ്മൾ പറയും അല്ലെ, അത് വാങ്ങിക്കുന്നത് ആരാണോ അത് കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള വെണ്ടർ ആയിരിക്കും, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വെണ്ടർ ആയിരിക്കണം. പിന്നെ റൈറ്റ് ടൈം, എത്ര എന്ന് പറയാം? 5 എന്ന് പറയും അല്ലെ. റൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? കൃത്യസമയത്ത്. ആറാമത്തെ എന്താണ്? കൃത്യ പ്ലേസില്, റൈറ്റ് പ്ലേസ്. അതിനാണ് നമ്മൾ 6 R എന്ന് പറയുന്നത്. മനസ്സിലായോ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് 6 R's ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഇതിനൊക്കെയാണ്. റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെണ്ടർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. മനസ്സിലായോ? 6 എന്താണ് കേട്ടോ? 6 R. ഇവിടെ 16 എന്നാണ് എടുക്കുന്നത് കേട്ടോ. കാര്യം മനസ്സിലായോ? തെറ്റിപ്പോവരുത്. കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ 6 R's എന്നൊക്കെ പറയുമ്പോ. മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. അതായത് ഇത്രയും ഈ 6 ഒബ്ജക്റ്റീവ്സ്, 6 രീതിയിലെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുമ്പോൾ മാത്രമേ നല്ലൊരു പർച്ചേസിംഗ് ആണ് നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കറക്റ്റ് ക്വാളിറ്റിയില്, കറക്റ്റ് ക്വാണ്ടിറ്റിയില്, കറക്റ്റ് സമയത്ത്, കറക്റ്റ് നല്ലൊരു സോഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലേസിൽ നമുക്ക് എത്തിച്ചേരുമ്പോഴാണ് നല്ലൊരു പർച്ചേസിംഗ് ആയിട്ട് നമുക്ക് അതിനെ കരുതാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അത് 6 R's മനസ്സിലായോ? ഇപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ. യെസ്. Then other objectives include, അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളിൽ 6 R'ൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ ലഭ്യമായിരിക്കണം അല്ലെ. അതേപോലെ തന്നെ എന്താണ്? other objectives include keeping the constant flow of materials and to guarantee high productivity. നമുക്ക് പിന്നെ എന്ത് ലഭിച്ചിരിക്കണം? നമ്മൾ ആവശ്യമുള്ള മെറ്റീരിയൽസിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലോ. കോൺസ്റ്റന്റ് ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യാൻ പോയാൽ പോലും നമുക്ക് അതിന്റെ നിരന്തരമായിട്ട് നമുക്ക് അതിനെ ലഭ്യമായിരുന്നു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഉത്പാദനക്ഷമത ഉറപ്പുവരുത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം ആകെ ഒരു ടൈമില് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഫ്ലോ ഉണ്ടായിരിക്കണം അല്ലെ. യെസ്. അല്ലാതെ ഒരു ഡിലേസ് വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുമെന്നാണ് നമുക്ക് അതിനനുസരിച്ചിട്ട് ഹോസ്പിറ്റലിലുള്ള ആവശ്യകതകൾ ചെയ്തു തീർക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഹൈ പ്രൊഡക്ടിവിറ്റി അത് ഗ്യാരണ്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ മെറ്റീരിയൽസും കൃത്യസമയത്ത്, കൃത്യ ടൈമിൽ, കൃത്യ പ്ലേസിൽ നമ്മൾ ലഭ്യമാക്കി എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെഞ്ചർ എന്ന് സൂചിപ്പിച്ചു. വെഞ്ചർ എന്ന് പറയുന്ന ആരെയാണ്? വെഞ്ചർ ആരെയാണ്? കച്ചവടക്കാരൻ. നമ്മൾ എപ്പോഴെന്നാണോ സാധനം പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു ആളെയാണ്, അല്ലെങ്കിൽ ഷോപ്പ് കീപ്പറാണ് നമ്മൾ എന്ത് പറയുന്നത്? വെഞ്ചർ എന്ന് പറയുന്നത് അല്ലെ. യെസ്. അപ്പൊ വെഞ്ചറിനെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്തെ വെണ്ടർ ഇവാലുവേഷൻ ചെയ്തിരിക്കണം. അതായത് വെണ്ടർ ഇവാലുവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ നല്ല ക്വാളിറ്റിയിലാണോ കൊടുക്കുന്നത്? ഡെലിവറി റേറ്റിംഗ് എങ്ങനെയാണ്? അയാളെ വിശ്വസിക്കാൻ പറ്റും? ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനാണോ? ഓക്കെ. പിന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മെറ്റീരിയൽസ് എടുക്കുന്നതിന് വേണ്ടി ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെണ്ടേഴ്സിന്റെ ഓൾറെഡി ലിസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. അതായത് നല്ല കമ്പനീസിന്റെ ഓണേഴ്സിന്റെ ലിസ്റ്റുകൾ എവിടെ ഉണ്ടായിരിക്കും? അപ്രൂവ്ഡ് ആയിട്ടുള്ള ലിസ്റ്റുകൾ എവിടെ ഉണ്ടായിരിക്കും? ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ ആ ഒരു ലിസ്റ്റ് പ്രകാരം മാത്രമായിരിക്കും നമ്മൾ എന്തെടുക്കുന്നത്?
ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനീസിലാണോ നമുക്ക് മെറ്റീരിയൽ എടുക്കാൻ പറ്റുന്നത്, നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അയാൾ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതിനു ശേഷമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മാത്രമല്ല എന്താണ്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ വെൻഡേഴ്സിന്റെ ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് ചൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? Okay. Purchase is a business function since we convert resources into service and is then issued. Purchasing is a spending function and it coordinates with the finance department in event of bulk purchase. Purchasing is a rigorous management activity as we procure proper planning of materials, price forecasting, demand forecasting, organizing, coordination, able and administration and timely decision. പർച്ചേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പർച്ചേസിംഗ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ. ഒരു ബിസിനസ് ഫംഗ്ഷൻ അല്ലേ, ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ് അല്ലെ. യെസ്, നമ്മുടെ സാധനങ്ങൾ പർച്ചേസ് നടത്തി ആളുകളിലേക്ക് എത്തിക്കുകയാണ് അല്ലെ. ഒരു മിനിറ്റ് കേട്ടോ. കേൾക്കാം.
ഓക്കെ. യെസ്, ഇപ്പൊ പർച്ചേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ഫംഗ്ഷൻ എന്താണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, ബിസിനസ് ഫംഗ്ഷൻ മാത്രമാണോ ഇത്? Purchasing is a spending function and it coordinates with the finance department in event of bulk purchase. The business function മാത്രമല്ല, എന്ത് ഫംഗ്ഷൻ കൂടിയാണ്? സ്പെൻഡിങ് ഫംഗ്ഷൻസ് ആണ്. സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പണച്ചെലവുള്ള പ്രവർത്തനമില്ലേ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എമൗണ്ട് ഉണ്ടായിരിക്കണം അല്ലെ, പണം ഉണ്ടായിരിക്കണം. അപ്പോ ആ പർച്ചേസ് ചെയ്യുന്നതിന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും. അതായത് നമ്മള് ഹോസ്പിറ്റലിൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ട് ഒരു ബൾക്ക് പർച്ചേസ് ആണ് നടത്തപ്പെടുന്നത് അല്ലെ. യെസ്, അപ്പൊ അതിനാൽ തന്നെ എന്താണ്, നമ്മള് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ലൊരു കോർഡിനേഷൻസിലൂടെ ആയിരിക്കും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് വഹിക്കുന്നത്. മാത്രമല്ല, പർച്ചേസിംഗ് ഈസ് എ വിഗോറസ് മാനേജ്മെന്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു? ബിസിനസ് ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ എന്താണ്, സ്പെൻഡിങ് ഫംഗ്ഷൻ. സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പണച്ചിലവുള്ള ഫംഗ്ഷൻ ആണ്. വിഗോറസ് ഫംഗ്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വിഗോറസ് കേട്ടിട്ടുണ്ടോ? വിഗോറസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും കരുത്തുള്ള ഒരു മാനേജ്മെന്റ് കൂടിയാണ് അല്ലെ. പർച്ചേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും കരുത്ത്. വിഗോറസ് മീൻസ് കരുത്ത്. ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കൂടിയാണ് എന്ത്? പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കും? പ്ലാൻ ചെയ്യും അല്ലെ. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യും. എത്രത്തോളം ചിലവ് വരാൻ സാധ്യത, എത്രത്തോളം പ്രൈസ് ഉണ്ടാകുമെന്ന് നമ്മളൊന്ന് ഫോർകാസ്റ്റ് ചെയ്ത് മുൻകൂട്ടി കാണുന്നു. പിന്നെന്താണ്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു മെറ്റീരിയൽസിന്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ എന്താണ് മുൻകൂട്ടി കാണുന്നു. അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. അതായത് പ്രിപ്പറേഷൻസ്, അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുക എന്നുള്ളതാണ് ഓർഗനൈസ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. പിന്നെ അതുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻസ്, ഏബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈംലി ഡിസിഷൻസ്. അപ്പൊ ഒരു മെറ്റീരിയൽ വാങ്ങുന്നതിന് മുൻപായിട്ട് കൃത്യമായിട്ട് അതിനെ പ്ലാൻ ചെയ്ത് അതിന് വേണ്ട പ്രൈസ് എത്രത്തോളം ഫോർകാസ്റ്റ് ചെയ്ത് പ്രിപ്പറേഷൻസും അറേഞ്ച്മെന്റ്സും ചെയ്ത് ടൈംലി ആയിട്ടൊരു ഡിസിഷൻസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ. യെസ്, ഇനി പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലെയും വലിപ്പം നോക്കിയിട്ടായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഫാമിലി ആണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ 2 പേരുണ്ടെങ്കിൽ 2 പേർക്കുള്ള സാധനങ്ങൾ മതിയില്ലേ നമുക്ക്? 2 പേർക്കുള്ള ഭക്ഷണ സാധനം ആണെങ്കിൽ 2 പേർക്കുള്ളത് മതി അല്ലെ. അത് ഈ മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് എന്താണ് നമ്മള് സാധനങ്ങളുടെ എണ്ണം കൂട്ടും അല്ലെ. വീട്ടിലിപ്പോ ജോയിന്റ് ഫാമിലി ഒക്കെ ആണെങ്കിൽ എന്താണ്, എണ്ണം നമ്മൾ കൂടും അല്ലെ. വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ എണ്ണം കൂടും. അപ്പൊ ഇവിടെ നോക്കി എന്താണ് പറയുന്നത്? Purchasing of hospital vary according to the size and activities of the hospital. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഹോസ്പിറ്റലിന്റെ ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തത് അല്ലെ. ഹോസ്പിറ്റലിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ആക്ടിവിറ്റീസിന്റെ വലിപ്പം കൂടുന്നത് അല്ലെ. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, ചെറിയ മെറ്റീരിയൽസ് ആവശ്യം മതി. വലുതാണെങ്കിലോ അതിനനുസരിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽസ് കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. ചെറിയ ഹോസ്പിറ്റലൊക്കെ കുറച്ച് മെറ്റീരിയൽസ് മതി. വലിയ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൂടുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. അപ്പോ ഒരു പർച്ചേസിംഗ് നടക്കുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങി എന്താണ് തീരുമാനിക്കുന്നത്. എത്ര മെറ്റീരിയൽസ് മതി, ഏതൊക്കെ പ്രൈസിൽ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹോസ്പിറ്റലിന്റെ ആ ഒരു സൈസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചാണ് ഒരു കൃത്യമായ ഡിസിഷൻ അവിടെ എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറയാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് പ്രധാനമായിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന 6 ROs എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 6 ROs ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് right quality, right quantity, right price, right vendor, right time and right place. Okay, അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല നല്ല ഈ എല്ലാ മെറ്റീരിയൽസിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോസ് നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചിരിക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വെൻഡേഴ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള കച്ചവടക്കാരാണോ എന്ന് ആദ്യം ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അപ്രൂവ് ചെയ്തിരിക്കുന്ന കുറച്ച് കച്ചവടക്കാരാണ് കമ്പനീസിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ അപ്രൂവ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ പ്രകാരമുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്തിടണം, പർച്ചേസ് ചെയ്താലും മതി.
ബിസിനസിനെ നമ്മളിവിടെ 2-3 ടേംസിൽ പറയുന്നുണ്ട്. ബിസിനസ് പർച്ചേസിനെ 2-3 ടേംസ് ഉപയോഗിച്ചുള്ള സൂചിപ്പിക്കുന്ന എന്തൊക്കെയാണ്? പർച്ചേസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ് അല്ലെ, സർവീസസുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്, ബിസിനസ് ഫംഗ്ഷൻ എന്ന രീതിയിൽ പർച്ചേസിനെ പറയുന്നത്. അതേപോലെ തന്നെ സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, പ്രത്യേകിച്ച് പണച്ചെലവുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്താ പർച്ചേസിംഗ് എന്ന് പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കരുത്തുള്ള ഒരു മാനേജ്മെന്റ് ആണ്. കാരണം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള പ്ലാനിങ് നടത്തി, അല്ലെങ്കിൽ പ്രൈസ് ഫോർകാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു ഡിസിഷൻസ് ഒക്കെ എടുത്ത് തീരുമാനിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും വേണ്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല എന്താണ്, ഹോസ്പിറ്റലിലെ സൈസും ആക്ടിവിറ്റീസ് നോക്കിയിട്ട് മാത്രമാണ് ഹോസ്പിറ്റലില് ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ വളരെ? ഓക്കെ, നമുക്ക് 3 ടൈപ്സ് ഓഫ് പർച്ചേസസ് ഉണ്ട് ഹോസ്പിറ്റലില്. അതിൽ ആദ്യത്തെ ടൈപ്പ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി അടുത്ത ക്ലാസ് എടുക്കാം. 3 types of purchases in hospital. First type ഏതാണ്? ലോക്കൽ പർച്ചേസ്. Local purchase is preference by goods and services that are locally produced rather than those produced in distant places. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ രാവിലെ കുക്ക് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ സമയത്ത് ഓയിൽ ഇല്ല, വെളിച്ചെണ്ണ തീർന്നുപോയി. നിങ്ങൾ എന്ത് ചെയ്യും? വെളിച്ചെണ്ണ തീർന്നുപോയി, എന്ത് ചെയ്യും നിങ്ങള്? അമേരിക്കയോ ലണ്ടനിലോ പോയിട്ട് വാങ്ങിക്കോ സാധനം? പോയി വാങ്ങിക്കോ? അമേരിക്കയോ ലണ്ടനിൽ പോയിട്ട് അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും പിള്ളേരെ? നിങ്ങൾ കടയിൽ പോവാറില്ല ടീച്ചറെ അല്ലേ? ആണോ? തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്നല്ലേ പോയി വാങ്ങിക്കുന്ന? ആ അടുത്തുള്ള കട, ലോക്കൽ പർച്ചേസ് ഉദ്ദേശിക്കുന്നത് അതാണ്. നമുക്കിപ്പോ എന്താ പറയുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ചില സാധനങ്ങള് ടൈപ്പ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ചില സാധനങ്ങൾ അടുത്ത് കിട്ടുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ. നമുക്ക് എന്താണ് റീസെന്റ് നമ്മുടെ തൊട്ടടുത്ത് കിട്ടുന്ന കുറച്ച് ലോക്കൽ ഏരിയാസിൽ കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്താണ് ആ ലോക്കൽ പർച്ചേസിലൂടെ മാത്രമേ നമ്മൾ വാങ്ങിക്കുള്ളൂ അല്ലെ. അതായത് തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോക്കൽ പർച്ചേസസ് എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ്? മറ്റ് പ്ലേസസ് ആണോ? നമ്മുടെ തൊട്ടടുത്തുള്ള പ്ലേസ് ഏതാണോ, ദൂര സ്ഥലങ്ങളിൽ പോവാതെ നമ്മൾ ഡിസ്റ്റൻസ് പ്ലേസസിനെ ചൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് പർച്ചേസ് ആണ് എന്താ? ലോക്കൽ പർച്ചേസ്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യാതെ നമ്മൾ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് മുൻഗണന കൊടുക്കുന്നത്. ഇതിനാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു. നിർത്തുന്ന വേറൊന്നും ഉണ്ടല്ലോ കേട്ടോ. അതൊരു ഇച്ചിരി പോറല്ലേ ഒരു ചാപ്റ്റർ? ഇത്ര സുഖമില്ലല്ലോ, ഡ്രൈ ആണ് ചില ചാപ്റ്റർ, അങ്ങനെയാണ്. ഓക്കെ, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ അല്ലെ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി.